എവിടെയെല്ലാം സ്കേഴ്സിറ്റി ഉണ്ടായിട്ടുണ്ട്, ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട്, അവിടെയെല്ലാം ദൈവം ഭയങ്കരമായ ഒരു കുത്തിയൊഴുക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ പാനപാത്രമൊക്കെ എടുത്ത് വയ്ക്കുക, നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന അളവിൽ നിറയ്ക്കുന്നൊരിടയൻ മുകളിലുണ്ട്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷപൂർവ്വം ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ സാധാരണ അവിടെയുള്ള ചില ചെടികളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രത്യേക സീസൺ ആകുമ്പോഴത്തേനും അവിടുത്തെ വഴിയോരങ്ങളിലുള്ള എല്ലാ ചെടികളിലും ധാരാളം ചുമന്ന കായ്കൾ ഉണ്ടായി കിടക്കുന്ന കാണാറുണ്ട്. നമ്മുടെ ക്രിസ്മസിനൊക്കെ അലങ്കരിക്കുന്ന ചെറീസ് പോലെ ഭയങ്കര ഭംഗിയുള്ള കായ്കൾ, ഒരൊറ്റ ഇല പോലും ഇല്ലാതെ ഇങ്ങനെ ചുമന്ന കായ്കൾ മാത്രം ഇങ്ങനെ നിറഞ്ഞ് കാണാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെയുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഈ സമയമാകുമ്പോഴത്തേനും അതിൻ്റെ ഇലയെല്ലാം പോയിട്ട് കായ്കൾ കൊണ്ട് മാത്രം അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സീസണാണ്. അത് വളരെ ഭംഗിയാണത് കാണാൻ. ഞാൻ ഇന്ന് ഈ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു കാഴ്ചയാണ് വരുന്നത്. എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് പറയാനുള്ളത്, ഇതുപോലെ ഫലപുഷ്ടമായിട്ടുള്ള വളരെ വർണ്ണപമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു തലത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ പോകുകയാണ്. അതുകൊണ്ട് ഇത്രയും റെഡ് കളേഴ്സും ഇത്രയും കളേഴ്സൊക്കെ ഞാൻ കാണുന്നത്, എനിക്കൊരു കാര്യം ഉറപ്പായിട്ട് നിങ്ങളോട് പറയാൻ സാധിക്കും. ഒരു പക്ഷേ ഇന്ന് വരെ ഒന്നും ലൈഫിൽ കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷേ ബ്ലൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഫലം കായ്ക്കുന്ന ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ഇതാ ഈ സീസണിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ്, ഈ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് സെബിയാണ്. താങ്ക് യു സെബി. മകൻ ജേക്കബിന് നല്ലതും ദൈവഭക്തിയുമുള്ളൊരു ഭാര്യയെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ തൻ്റെ മേൽ കർത്താവെ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബിസിനസ്സുകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഫ്രോസൺ ഷോൾഡർ ഉൾപ്പെടെയുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും അവരിൽ നിന്ന് മാറേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. കർത്താവെ, അതോടൊപ്പം തന്നെ ഇന്നൊരു കീ സ്പോൺസർ കൂടെയുണ്ട്. നമുക്ക് ചെന്നൈയിൽ നിന്ന് ഷൈൻ ആൻഡ് സുജയാണ്. താങ്ക് യു ഷൈൻ ആൻഡ് സുജ. ഇന്ന് മകൻ സിവേഷ് രാജയുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ സിവേഷ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മകൻ്റെ കണ്ണിലുള്ള ഇൻഫെക്ഷൻ മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 10ാം ക്ലാസ്സിലെ എക്സാം നല്ല റിസൾട്ട് ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാര്യ സുജയ്ക്ക് സർക്കാർ ജോലി സ്ഥിരമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്കും വചന സന്ദേശത്തിലേക്കും നമുക്ക് വേഗത്തിൽ കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഏപ്രിൽ 30 വ്യാഴാഴ്ച. ഈ ഡിവോഷണൽ ഡയറിയിൽ ആ പേജ് എടുത്ത് ഇന്നത്തെ ഫോക്കസ് വേർഡ് നോക്കുക. എല്ലാവരും നോക്കിയിട്ടൊന്ന് വായിച്ചേ. ഓവർഫ്ലോ, കവിഞ്ഞൊഴുക്ക്, നിറഞ്ഞൊഴുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓവർഫ്ലോ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഓവർഫ്ലോ എന്ന് ടൈപ്പ് ചെയ്യുക. അത് ആവശ്യമുള്ളവർ മാത്രമല്ല, ഇന്ന് ഇത് കാണുന്നവർ. ഇന്നെന്ന് വെച്ചാൽ ഈ ഡേറ്റിൽ തന്നെ ആണോന്നില്ല, എപ്പോൾ നിങ്ങൾ കണ്ടാലും നിങ്ങളിത് കണ്ടു, നിങ്ങൾ ഹാജരായി എന്നതിനെ മാർക്ക് ചെയ്യുന്ന ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഓവർഫ്ലോ എന്ന് ടൈപ്പ് ചെയ്യുക. ഫോക്കസ് വേഴ്സ് നോക്കുക. സാം 23 verse number 5 and 6. 23-ാം സങ്കീർത്തനം 5-6 വചനങ്ങളിൽ മൈ കപ്പ് ഓവർഫ്ലോസ്, എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. ഷ്യൂർലി യുവർ ഗുഡ്നസ് ആൻഡ് ലവ് വിൽ ഫോളോ മീ ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ്. നിശ്ചയമായും നിൻ്റെ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ ഒത്തിരി അത് പറയണമെന്നില്ല, കാരണം മിക്കവാറും 23-ാം സങ്കീർത്തനം ഒത്തിരി പേർക്ക് ബൈ ഹാർട്ട് അറിയാവുന്നതാണ്. ഡെക്ലറേഷൻ നോക്കുക. ഐ എൻ ദിസ് മന്ത് ഇൻ ഓവർഫ്ലോ, ഞാൻ ഈ മാസം കവിഞ്ഞൊഴുക്കിൽ അല്ലെങ്കിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നൊരനുഭവത്തിലാണ് അവസാനിപ്പിക്കുന്നത്. ഗുഡ്നസ് ആൻഡ് മെർസി പർസ്യൂ മീ കണ്ടിന്യൂവലി. നന്മയും കരുണയും എന്നെ തുടർച്ചയായി പിന്തുടരുന്നു. അതാണ് എൻ്റെ പ്രഖ്യാപനം. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് വായിക്കണേ. ഓവർഫ്ലോയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുക. നമ്പർ 1, കുറിച്ച് വയ്ക്കുക, ടൈപ്പ് ചെയ്തിടുക. ഓവർഫ്ലോ ബിഗിൻസ് വിത്ത് ഗോഡ്സ് പ്രസൻസ്. കവിഞ്ഞൊഴുക്ക്
ആരംഭിക്കുന്നത് ദൈവ സാന്നിധ്യത്തിലാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഒരു നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്കൊഴുകുന്ന അനുഭവം ഉണ്ടാകുന്നത്. അവിടെ പറയുന്ന മൈ കപ്പ് ഓവർഫ്ലോസ്, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. ഓവർഫ്ലോ ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഹ്യൂമൻ എഫേർട്ട്. ഒരിക്കലും മനുഷ്യൻ്റെ പ്രയത്നത്താൽ ഓവർഫ്ലോ ഉണ്ടാകാൻ സാധ്യമല്ല. ഇറ്റ് ഫ്ലോസ് ഫ്രം ഗോഡ്സ് പ്രസൻസ്. ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൽ നിന്നാണ് ഈ ഒഴുക്കുണ്ടാകുന്നത്. സാം 16 വേഴ്സ് നമ്പർ 1 നോക്കണം. 16-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ, ഇൻ യുവർ പ്രസൻസ് ദർ ഈസ് ഫുൾനെസ് ഓഫ് ജോയ്. നിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ നിറവുണ്ടല്ലോ, സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടല്ലോ. യോഹന്നാൻ 10:10 ആദ്യം പറയുന്നത്, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും മറക്കുവാനും മുടിക്കുവാനും എന്നെല്ലാം പറഞ്ഞ ശേഷം കർത്താവ് പറയും, ഞാൻ വരുന്നത് എന്തിനു വേണ്ടി? നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനത്രേ. അതായത് ലൈഫ് ഇൻ അബണ്ടൻസ് എന്നാണ് പറയുന്നത്. സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാൻ ഞാൻ വന്നിരിക്കുന്നു. എഫെസ് ലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ കാണുന്നത്, ഫിൽഡ് ടു ദ മെഷർ ഓഫ് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ്. അവിടെ നിങ്ങൾ എല്ലാത്തിൻ്റെയും നിറവായ ദൈവത്തിൻ്റെ സകല നിറവിനാലും നിങ്ങൾ നിറഞ്ഞു വരണം. വാസ്തവത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായോ? അൾട്ടിമേറ്റ് പർപ്പസ് ദൈവത്തിൻ്റെ സകല നിറവും നമ്മിലേക്ക് ഒഴുകിയെത്താൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു റിസർവോയർ ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഈ റിസർവോയർക്ക് ഒരിക്കലും തന്നെ നിറയ്ക്കാൻ സാധ്യമല്ല. അതിലേക്ക് ആരെങ്കിലും പമ്പ് ചെയ്ത് നിറയ്ക്കണം. ഇപ്പം നമ്മൾ US-ലൊക്കെ പോവുകയാണെങ്കിൽ ഓരോ ടൗണിൽ അല്ലെങ്കിൽ ഓരോ സിറ്റിയിലും എന്താ പറയുന്ന കൗണ്ടിയിൽ നിന്നെന്തോ വലിയൊരു ടവർ കാണാൻ പറ്റും. വളരെ ഉയരത്തിലൊരു വാട്ടർ ടാങ്ക്. അത് ഓരോ കൗണ്ടിയിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തുമുള്ള ഓരോ സിറ്റിയിലുമുള്ളവർ പ്രത്യേക ഷേപ്പിലൊക്കെ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ആ കൗണ്ടിയുടെ പേര് അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എഴുതി വെച്ചിരിക്കും. നമ്മുടെ നാട്ടിലും ഇതുപോലെ തന്നെ 4 ലക്ഷം ലിറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ വാട്ടർ ടാങ്ക് പല സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടു കാണും. ഇതിലേക്ക് തന്നെത്താൻ വന്ന് വെള്ളം വീഴുവാണോ ചെയ്യുന്നത്? ഇല്ല. അടുത്തുള്ള ഏതെങ്കിലും പുഴയിൽ നിന്നോ എവിടെ നിന്നെങ്കിലുമൊക്കെ അതിനെ പമ്പ് ചെയ്ത് മുകളിലെത്തിക്കുന്നു. അതിനുശേഷം അതിൻ്റെ പ്യൂരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാ വീടുകളിലേക്കും അതിൻ്റെ സപ്ലൈ പോകുന്നത്. പക്ഷേ ഈ റിസർവോയർ ഒരിക്കലും തന്നെത്താൻ അത് നിറയ്ക്കാൻ പ്രാപ്തിയില്ല. മറ്റു ചിലർ നിറയ്ക്കണം. അപ്പോൾ ഈ അതും നിറയാന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റായി നിരന്തരമായി അതിലേക്ക് വന്ന് വീണുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, ആവശ്യത്തിലധികമായി ഇങ്ങനെ വന്ന് ഒഴുകുകയാണെങ്കിലോ അതും നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകും. മിക്കവാറും വീടുകളിൽ, ഞങ്ങൾ താമസിക്കുന്ന വീടുകളിലൊക്കെ ചില സമയത്ത് നമ്മുടെ ഓഫീസിൽ അവിടെയൊക്കെ കാണാം, ഈ വാട്ടർ ടാങ്കിൽ പമ്പ് ചെയ്ത് കയറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക് ലെവൽ കൺട്രോളർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വെള്ളം, മോട്ടറിന് ബുദ്ധിയൊന്നുമില്ലല്ലോ, മോട്ടറിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും, ഓണാക്കിയിട്ടാൽ അടിച്ചുകൊണ്ടേയിരിക്കും. അടിച്ച് മുകളിലെ വാട്ടർ ടാങ്ക് നിറഞ്ഞ് ടെറസിലൂടെ അത് ഒഴുകി ഏതെങ്കിലും പൈപ്പിലൂടെ താഴെ വീണ് ചിലപ്പോൾ അയൽക്കാർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അയ്യോ മോട്ടർ ഓണാക്കി കിടക്കും. അപ്പം നിരന്തരമായി വന്ന് നിറഞ്ഞാൽ ഒരു കവിഞ്ഞൊഴുക്കുണ്ടാവും. ശരിയാണ് ഞാൻ പറയുന്നത്. നമ്പർ 2 എഴുതി വയ്ക്കുക. ഓവർഫ്ലോ മീൻസ് മോർ ദാൻ ഇനഫ്. അതായത് നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്കൊഴുകുന്നു എന്നതിൻ്റെ അർത്ഥം ആവശ്യത്തിലധികം വന്നിരിക്കുന്നു എന്നാണ്. ഈ കപ്പിന് ഉൾക്കൊള്ളാവുന്നൊരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ ഒഴിച്ചാൽ, ഇപ്പോൾ കാപ്പി ആയാലും ചായ ആയാലും ജ്യൂസ് എന്തൊഴിച്ചാലും അത് താഴേക്ക് പോകും. അങ്ങനെയാണ് പലപ്പോഴും ഈ ഒരു സോസറിലൊക്കെയാണ് പലപ്പോഴും ഇത് കൊണ്ടുവരുന്നത്. അഥവാ പുറത്തേക്ക് ഒഴുകിയാലും അവിടെ കിടപ്പുണ്ടായിരിക്കും, അല്ലേ? ഓവർഫ്ലോ ഈസ് നോട്ട് ജസ്റ്റ് സഫിഷ്യൻസി, ഇറ്റ് ഈസ് അബണ്ടൻസ് ബിയോണ്ട് നീഡ്, ബിയോണ്ട് റിക്വയർമെൻറ്റ്. നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഈ അനുഭവം, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സഫിഷ്യൻസി, ആവശ്യത്തിനുള്ള എന്നല്ല അതിൻ്റെ അർത്ഥം. ആവശ്യത്തേക്കാൾ കൂടുതലായി ഒരു നിറവും ഒരു സമൃദ്ധിയും വരുമ്പോഴാണ് അതിന് ഓവർഫ്ലോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 2 കൊറിന്ത്യർ 9-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ, എബൗണ്ട് ഇൻ എവ്രി ഗുഡ് വർക്ക്, സകല സൽപ്രവൃത്തികളിലും നിറഞ്ഞ് ഒഴുകണം എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ദൈവമക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം അവരുടെ ലൈഫിൽ ബ്ലെസ്സിങ്സ് വന്ന് കൂടിയിട്ട് ഓവറായിട്ട്
ഓവർഫ്ലോ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കൂടെ ഒരു അനുഗ്രഹമായി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ സപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് അവർ നിറയണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെ വായിക്കുമ്പോൾ പല കാര്യങ്ങളും വർധനവ് ഒത്തിരി ഉണ്ടാകുമെന്നും നീ വായ്പ വാങ്ങുകയില്ല പക്ഷേ വായ്പ കൊടുക്കുമെന്നും ഒക്കെ എഴുതി വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. നമ്മൾ ആ സ്റ്റാൻഡേർഡിലേക്ക് വളർന്ന് കയറാത്തതാണ് പ്രശ്നം. മലാഖി 3:10 ബ്ലെസ്സിങ് poured ഔട്ട് ബിയോണ്ട് സ്റ്റോറേജ്. ഇവിടെ പറയുന്നില്ല സ്ഥലം പോരാതെ വണ്ണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സ്ഥലം പോരാതെ വണ്ണം. സ്ഥലം പോരാതെ വണ്ണം. എല്ലാവരും പറഞ്ഞേ. ജോസഫിൻ്റെ കാലത്ത്, സമൃദ്ധിയുടെ കാലത്ത് അതുകൊണ്ട് അവർക്ക് സ്ഥലം പോരായിരുന്നു. അപ്പോൾ അവർ കൂടുതൽ വെയർ ഹൗസുകൾ അവർ പണിയാൻ തുടങ്ങി. അങ്ങനെ കൊയ്തു കൂട്ടുന്ന സകലവും കൊണ്ടുവന്ന് നിറച്ച് മുന്നിലേക്ക് പോയി. ഇതുപോലെ ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോഴും ദൈവത്തെ മാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അയക്കുന്ന അനുഗ്രഹങ്ങൾ നിറഞ്ഞ് വന്നിട്ട് നമ്മുടെ സ്റ്റോറേജുകൾ നമുക്ക് സ്ഥലമില്ലാത്തതുപോലെ വന്ന് നിറയും. എത്ര പേർ കൈ ഉയർത്തി സ്വീകരിക്കും? ആമേൻ. ഫിലിപ്പി ലേഖനം 4:19 ഗോഡ് സപ്ലൈസ് ഓൾ യുവർ നീഡ്സ്. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ളത് അവൻ സപ്ലൈ ചെയ്യും, ദൈവം സപ്ലൈ ചെയ്യും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്തെങ്കിലും എക്സസ്സായി ഓവർഫ്ലോ ആയി ദൈവം തന്നാൽ ആ ഓവർഫ്ലോ ചെയ്യുന്നത് വേസ്റ്റാക്കരുത്. അത് മറ്റുള്ളവർക്കുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു കർത്താവ് അപ്പം വർദ്ധിപ്പിക്കുന്നു, എല്ലാവരും പന്തിക്കിരുത്തുന്നു. അതിനുശേഷം കർത്താവ് ഒരു അനൗൺസ്മെൻ്റ് അവിടെ കൊടുത്തു. ശേഷിച്ചതെല്ലാം ചില കുട്ടകൾ നിറക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് 12 കൊട്ട നിറയെ ശേഖരിച്ച്. ഒന്നും പാഴാക്കരുതെന്ന് കർത്താവ് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇപ്പം അവിടെയുള്ളവരെല്ലാം തിന്ന് നിറഞ്ഞു, ഇനി തിന്നാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഭക്ഷണമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെയുള്ളവരെല്ലാം ഭക്ഷിച്ചു, പക്ഷെ ഒന്നും പാഴാക്കരുത്, ഒന്നും വേസ്റ്റാക്കരുത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ അധികമായി ദൈവം എന്തെങ്കിലും തന്നാൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു ഹൃദയം കൂടെ നമുക്കുണ്ടാകണം. നമ്പർ 3, ഓവർഫ്ലോ ഇമ്പാക്ട്സ് അതേഴ്സ് അറൗണ്ട് യു. ഇങ്ങനൊരു നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന ഒരനുഭവം ഉണ്ടായാൽ അത് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും അത് സ്വാധീനിക്കും. ഇത് കണ്ടിട്ട്, ബിക്കോസ് ഓവർഫ്ലോ ഈസ് നെവർ മെൻറ്റ് ടു സ്റ്റേ കണ്ടെയ്ൻഡ്. ഓവർഫ്ലോ ഒരിക്കലും ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓവർഫ്ലോ ഒരാൾക്ക് കിട്ടിയാൽ ഒരിക്കലും അത് ഒതുക്കി വയ്ക്കരുത്, പകരം അത് മറ്റുള്ളവർക്കെല്ലാം കൊടുക്കണം. ഇറ്റ് ബിക്കംസ് എ ബ്ലെസ്സിങ് ടു അതേഴ്സ്. അനേകർക്ക് ഒരു അനുഗ്രഹമായി അത് മാറണം. ജെനസിസ് 12 വേഴ്സ് നമ്പർ 2 യു വിൽ ബി എ ബ്ലെസ്സിങ്. ഉൽപ്പത്തി പുസ്തകം 12:2 പറയുന്നത് നീ ഒരു അനുഗ്രഹമായിരിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ഞാനൊരു അനുഗ്രഹമാണ്. എല്ലാവരും ഒന്ന് കമൻറ്റ് സെക്ഷൻ ഇത് വിശ്വസിക്കുന്നെങ്കിൽ അവരെല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, ഐ ആം എ ബ്ലെസ്സിങ്. ഞാനൊരു അനുഗ്രഹമാണ്. പറഞ്ഞേ, ഞാനൊരു അനുഗ്രഹമാണ്. അത് ടൈപ്പ് ചെയ്തിടുക, ഞാൻ ഒരു അനുഗ്രഹമാണ്. യോഹന്നാൻ 7:38 റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ വിൽ ഫ്ലോ. അവിടെ പറയുന്നത്, യോഹന്നാൻ 7:38 പറയുന്നത് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ പറയുന്നത്. ഒരു വ്യക്തിയുടെ അകത്ത് നിന്ന്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. യേശുവിൻ്റെ അകത്ത് നിന്ന് വരുന്നു എന്നല്ല, പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് നിന്ന് വരുന്നു എന്നല്ല അവിടെ പറഞ്ഞിരിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. അതിൻ്റെ അർത്ഥം നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നദികൾ വന്നിട്ട് ഇവിടെ നിന്നും നദികൾ പുറത്തേക്ക് ഒഴുകും. സദൃശ്യവാക്യങ്ങൾ 11:25 ഹൂ എവർ റിഫ്രഷസ് അതേഴ്സ് വിൽ ബി റിഫ്രഷ്ഡ്. എനിക്ക് തോന്നുന്നു എൻ്റെ മലയാളത്തിൽ തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടുന്നു, അങ്ങനെ എന്തോ. മറ്റുള്ളവരെ റിഫ്രഷ് ചെയ്യുന്ന ഒരാൾക്ക് തിരിച്ചത് കിട്ടും. ഒരു വിളക്ക് കത്തിച്ചു വെച്ചു. ഈ വിളക്ക് കത്തിച്ചു വെച്ചാൽ അത് മാത്രമല്ല പ്രകാശിക്കുന്നത്, ചുറ്റുമുള്ള എല്ലാവർക്കും പ്രകാശം കിട്ടുകയാണ്. സെൽഫ്ലെസ്ലി ഈ പ്രകാശം ഇങ്ങനെ പരത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലൊരനുഭവം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. എന്ന് വെച്ചാൽ നിങ്ങളിലൂടെ അനേകർ പ്രകാശിക്കട്ടെ, നിങ്ങളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആദ്യം നിങ്ങളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. അപ്പോൾ എ ലൈഫ് ഇൻ ഓവർഫ്ലോ ബ്ലെസ്സസ് അതേഴ്സ്. നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നൊരു ജീവിതം
മറ്റുള്ളവരെ അനുഗ്രഹിക്കാതിരിക്കുമോ? തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. നമ്പർ 4, ഓവർഫ്ലോ ഈസ് സസ്റ്റൈൻഡ് ബൈ ഗോഡ്സ് ഗുഡ്നെസ് ആൻഡ് ലവ്. ഇനി ഈ നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്, അതിനെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ നന്മയും സ്നേഹവുമാണ്. അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. നമ്മൾ 23-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വചനത്തിൽ കാണുന്നത് ഷ്യൂർലി ഗുഡ്നെസ് ആൻഡ് ലവ് വിൽ ഫോളോ മീ. ചില സ്ഥലത്ത് ഗുഡ്നെസ് ആൻഡ് മേഴ്സി എന്നാണ് കാണുന്നത്. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അപ്പോൾ ഓവർഫ്ലോ കണ്ടിന്യൂസ് ബിക്കോസ് ഓഫ് ഗോഡ്സ് ഗുഡ്നെസ്, ലവ്, ഫെയ്ത്ത്ഫുൾനെസ്, എക്സെട്ര എക്സെട്ര. എന്തുകൊണ്ട് ഈ കവിഞ്ഞൊഴുക്ക്? അതിനു മുമ്പാണുള്ള എൻ്റെ പാനപാത്രം നിറഞ്ഞ കവിയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാനപാത്രം കവിഞ്ഞൊഴുകുന്ന അനുഭവം ജീവിതകാലം മുഴുവൻ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ആധാരം ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ വിശ്വസ്തത തുടങ്ങിയ കാര്യങ്ങളാണ്. എനിക്ക് നിങ്ങളെ നോക്കി പ്രവചിക്കാൻ തോന്നിപ്പോകുന്നു. പ്രവചിച്ചോട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെല്ലാം സ്കേഴ്സിറ്റി ഉണ്ടായിട്ടുണ്ട്, ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട്, അവിടെയെല്ലാം ദൈവം ഭയങ്കരമായ ഒരു കുത്തിയൊഴുക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ പാനപാത്രമൊക്കെ എടുത്തു വയ്ക്കുക. നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന അളവിൽ നിറയ്ക്കുന്നൊരിടയൻ മുകളിലുണ്ട്. അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നത് ഒരു വ്യക്തിക്കല്ല, അനേക വ്യക്തികൾക്ക്, സഭകൾക്ക്, അല്ലെങ്കിൽ കൂട്ടായ്മകൾക്ക്, ദേശങ്ങൾക്കൊക്കെ അനുഗ്രഹമായിട്ട് മാറും. ചില വചനങ്ങളൊന്ന് കുറിച്ച് വെക്കാമോ? ഒന്ന്, Lamentations chapter 3 verse number 22 and 23. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വചനങ്ങളുടെ എസൻസ് ഇതാണ്. ഹിസ് മേഴ്സീസ് ആർ ന്യൂ എവറി മോർണിംഗ്. അവൻ്റെ ദയ രാവിലെ തോറും പുതിയതാകും. ഇന്നലെ അനുഭവിച്ച ദയയല്ല ഇന്ന് അനുഭവിക്കുന്നത്, ഇന്നത്തേതല്ല നാളെ അനുഭവിക്കുന്നത്. രാവിലെ തോറും അവൻ്റെ ദയ പുതിയതാകുന്നു. Psalm 36, 7 and 8. സങ്കീർത്തനങ്ങൾ 36-ന്റെ 7, 8 വചനങ്ങളിൽ പീപ്പിൾ ഫീസ്റ്റ് ഓൺ ദി അബണ്ടൻസ് ഓഫ് യുവർ ഹൗസ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾ നിങ്ങൾക്കുള്ള നിൻ്റെ ഭവനത്തിലെ, അവിടെ ക്യാപിറ്റൽ വൈ ആ കൊടുത്തത്, നിൻ്റെ ഭവനത്തിലെ സമൃദ്ധി കൊണ്ട്, അഭിവൃദ്ധി കൊണ്ട് ജനങ്ങൾ ആഘോഷിച്ചുല്ലസിക്കും. ദൈവം അനുഗ്രഹിക്കുന്നൊരു സമയം വരുമ്പോൾ, ദൈവം ഒരാളെ അനുഗ്രഹിക്കുമ്പോൾ, ഒരു ദേശത്തെ അനുഗ്രഹിക്കുമ്പോൾ, ഇപ്പോൾ സോളമൻ്റെ കാലത്ത് ഇസ്രായേലിനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചിട്ട് വെള്ളിക്കൊക്കെ കല്ല് പോലെ വിലയുള്ളൂ, സ്വർണത്തിനൊക്കെ യാതൊരു വിലയില്ല. അതുപോലെ സമൃദ്ധി ദേശത്ത് വരാൻ തുടങ്ങി. ജനങ്ങൾക്ക് ധാരാളമായ സമൃദ്ധി, കൊട്ടാരത്തിൽ സമൃദ്ധി, മൊത്തത്തിൽ സമൃദ്ധി, ദേവാലയത്തിൽ സമൃദ്ധി. എത്ര പേർ കൈയുയർത്തി ദൈവത്തിൽ വിശ്വസിച്ച് ഏറ്റെടുത്തിരിക്കും? ഇതുപോലെയുള്ള സമൃദ്ധി ഭവനങ്ങളിൽ വന്ന് കയറട്ടെ. റോമലേഖനം 8-ാം അധ്യായത്തിൽ 38, 39 വചനങ്ങൾ വായിക്കുമ്പോൾ നത്തിങ് ക്യാൻ സെപ്പറേറ്റ് us ഫ്രം ഗോഡ്സ് ലവ്. അവിടെ ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അത് എണ്ണി, അത് മൊത്തം എടുത്ത് വായിക്കുവാണെങ്കിൽ 17ഓളം കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിൽ നിന്നും നമ്മെ, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ പറിച്ച് ഊരി അടർത്തി കൊണ്ടുപോകാൻ കഴിയാത്ത 17 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. നത്തിങ് ക്യാൻ സെപ്പറേറ്റ് us ഫ്രം ഗോഡ്സ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ ഇവയ്ക്കൊന്നിനും സാധ്യമല്ല. അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമല്ലേ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ ദൈവത്തിന് ഇനി എന്നോട് സ്നേഹം ഉണ്ടാകുകയില്ല. ഉടനെ നമ്മൾ ചിന്തിക്കും, ദൈവസ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയല്ല, ഇതിനൊന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ സാധ്യമല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 17ഓളം കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും അവിടെ എഴുതാത്തൊരു കാര്യമുള്ളത് നമ്മളെ തന്നെയാണ്. നമുക്ക് നമ്മെ തന്നെ വേണമെങ്കിൽ അടർത്തിക്കൊണ്ടു പോകാം. എൻ്റെ അർത്ഥം, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് എന്നോട് സ്നേഹമില്ല, അതോടെ തീർന്നു. പക്ഷെ അതല്ലാതെ ആപത്ത്, വാള്, പട്ടിണി, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത് തുടങ്ങിയുള്ള എല്ലാത്തിൻ്റെ ലിസ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നിനും ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ സാധ്യമല്ലാതിരിക്കുമ്പോൾ എനിക്ക് തന്നെ വേണമെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. ഈ 23-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അവിടെ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കേണ്ടത് ഒരു നിഴലാണ്. നമ്മൾ പോകുമ്പോഴെല്ലാം നിഴൽ നമ്മളോടൊപ്പം പോകും. ഇവിടെ നിന്നും ആഫ്രിക്കയിൽ ചെന്നു, അപ്പോഴും
സൂര്യൻ ഉദിച്ച് കഴിയുമ്പോൾ ലൈറ്റ് അടിച്ച് കഴിയുമ്പോൾ എൻ്റെ നിഴൽ അവിടെ ഉണ്ട്. തിരിച്ച് ഇന്ത്യയിലും നിഴലുണ്ട്. ആർട്ടിക് പ്രദേശങ്ങളിൽ പോയാലും അന്റാർട്ടിക് പ്രദേശങ്ങളിൽ പോയാലും എവിടെ ചെന്നാലും ഈ നിഴൽ നമ്മളെ പിന്തുടരും. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ നന്മയും അവൻ്റെ സ്നേഹവും കരുണയും ആയുഷ്കാലം മുഴുവൻ നമ്മെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. എല്ലാവരും ഒന്ന് കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. എന്നിട്ട് അത് വിശ്വസിക്കുന്നുവെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ടൈപ്പ് ചെയ്തിടുക, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഷുവർലി ഗുഡ്നസ് ആൻഡ് മേഴ്സി ഷൽ ഫോളോ മീ ഓൾ ദി ഡേയ്സ് ഓഫ് മൈ ലൈഫ്. അത് ടൈപ്പ് ചെയ്തിടുക, അത് വിശ്വസിക്കുക, അത് ഏറ്റുപറയുക. കർത്താവേ, ഇന്ന് ജനങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരവസ്ഥ, ഓവർഫ്ലോയിങ് എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും ഒരു വലിയ ഓവർഫ്ലോ ഉണ്ടാകട്ടെ. അത് അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർ ഈ സമയത്ത് ഈ കൈ നീട്ടുക. ഈ ആസിഡ് റിഫ്ലക്സ് പോലെ വയറിനകത്തുള്ള പ്രശ്നങ്ങൾ, അതുപോലെ IBS എന്ന് പറയുന്നൊരു രോഗം, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം IBS, അതും സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള മെഡിക്കൽ കണ്ടീഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കൈ നീട്ടി പിടിക്കുമ്പോൾ ഏത് പ്രശ്നത്തിലാണെങ്കിലും ഏത് രോഗത്തിലാണെങ്കിലും ഒരു വലിയ വിടുതൽ ഇപ്പോൾ സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.